Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ റിവൈസ്ഡ് കലണ്ടർ അനുസരിച്ച് നമുക്ക് ഇനി വരാൻ പോണ ബാങ്കിന്റെ ആദ്യത്തെ എക്സാം IBPS പിഒയുടെ എക്സാം ആണ്. അത് കഴിഞ്ഞ് IBPS ക്ലർക്ക്. അപ്പോൾ RRB എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്ക്, RRBയുടെ എക്സാം അല്ല, ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം അല്ല ആദ്യം വരുന്നത്. ഈ റിവൈസ്ഡ് കലണ്ടർ വന്നിട്ട് കുറച്ച് പേർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മുടെ RRBയുടെ എക്സാം ആയിരിക്കും ആദ്യം എന്നുള്ളത് വീണ്ടും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രിലിംസിന് രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. IBPS പിഒയുടെ എക്സാം ആണ് നമുക്ക് ആദ്യം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് IBPS ക്ലർക്ക്, ദെൻ RRB എക്സാംസ്. ഓക്കെ, അപ്പൊ IBPS പിഒയുടെ എക്സാമിന്റെ ഡേറ്റ്സ്, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് അറിയാലോ. ഓക്കെ, അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് 17th, 23rd and 24th August 2025 ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് 12th October ആണ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, കോണ്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം IBPS പിഒയുടെ എക്സാം പാറ്റേൺ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിന്റെ എക്സാം പാറ്റേൺ ആണ് കേട്ടോ. ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, അതിൽ ഓരോന്നും എത്ര മാർക്കിനാണ്, അതിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അത് മസ്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ റീസണിങ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, മനസ്സിലായോ? കാരണം IBPS പിഒക്ക് ഇത് മൂന്നും ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2025ന്റെ സ്റ്റാർട്ടിങ് നമ്മൾ വിചാരിച്ചിരുന്നത് RRBയുടെ എക്സാം ആദ്യം നടക്കുന്നതല്ല, അതാവുമ്പോൾ പ്രിലിംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് നേരെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും ആണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 50 ഡേയ്സിൽ എങ്ങനെ കോണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കറിയാം, 3 സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കണം. അതിന് കോണ്ടിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങിനും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഉണ്ടായിരിക്കണം. വെൽ പ്ലാൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കോടുകൂടി തന്നെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തന്നെ ആദ്യം തന്നെ ഞങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. 2 സ്റ്റേജിൽ നിൽക്കുന്ന ഓഡിയൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഴ്സ് ആണ്, ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സ് ആണ്. അപ്പൊ ഈ രണ്ടുപേരും 2 രീതിയിലായിരിക്കണം ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ 2 രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഫ്രഷേഴ്സിന് ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും വേണ്ടത്. മെയിൻസ് നോക്കി മെയിൻസ് ഓറിയന്റേഷൻ നടത്തേണ്ട നമ്മുടെ റിപ്പീറ്റേഴ്സ്. അതുകൊണ്ട് മെയിൻസ് ഓറിയന്റേഷൻ നടത്തേണ്ട റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത് നോക്കി 24th August പ്രിലിംസ് കഴിഞ്ഞ് നേരെ 12th October നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുക. അപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ മെയിൻസിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഓക്കെ, പക്ഷെ ഇല്ല റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ, റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി സിലബസ് കംപ്ലീറ്റ് ചെയ്തവരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഫ്രഷേഴ്സ് ആണല്ലേ, ഇനി എത്ര ദിവസം ഉണ്ട്? ഒരു 50 ദിവസമുള്ളൂ. ഈ 50 ദിവസം കൊണ്ട് എങ്ങനെ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും? കോണ്ട് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാവേ. IBPS പിഒയുടെ ക്ലറിക്കൽ അല്ലെങ്കിൽ പിഒ എക്സാം രണ്ടിന്റെയും എക്സാം പാറ്റേൺ സെയിം ആണ്. ക്ലറിക്കൽ എക്സാം ആണെങ്കിലും പിഒയുടെ എക്സാം ആണെങ്കിലും എക്സാം പാറ്റേൺ സെയിം ആണ് അല്ലെ. IBPS പിഒ ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 മാർക്കാണ്, 20 മിനിറ്റ്സ് ആണ് നമുക്ക് ടൈമിംഗ് ഉള്ളത്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ്, അവിടെയും 20 മിനിറ്റ്സ് ആണ് ടൈം ലിമിറ്റ് ഉള്ളത്. റീസണിംഗ് എബിലിറ്റി ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്കാണ്, 20 മിനിറ്റ്സ്. അങ്ങനെ 1 മണിക്കൂറത്തെ എക്സാം ആണ്. നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് 100 മാർക്സ് ആണ്. നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 100 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ 1 മണിക്കൂറിന്റെ ഈ ഒരു എക്സാമിനകത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ്, ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി മനസ്സിലാക്കാനായിട്ട് അതിന്റെ കട്ട് ഓഫ് നമ്മൾ നന്നായിട്ടൊരു അനാലിസിസ് നടത്തേണ്ട കാര്യമുണ്ട്. കട്ട് ഓഫ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം എത്ര മാർക്ക് വരെ കട്ട് ഓഫ് വന്നു, അതിന് മുന്നത്തെ വർഷം എത്ര മാർക്ക് വരെ കട്ട് ഓഫ്, അത് വെച്ചിട്ട് നമുക്ക് എത്ര വരെ ടാർഗറ്റ് ചെയ്യണം, ഒരു സബ്ജക്റ്റിന് എത്ര ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അത് കട്ട് ഓഫ് അനാലിസിസിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എത്ര ടാർഗറ്റ് ചെയ്യണം, കോണ്ടിൽ നിങ്ങൾ എത്ര ടാർഗറ്റ് ചെയ്യണം? അപ്പൊ ആദ്യം നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര മാർക്ക് കോണ്ടെന്ന് സ്കോർ ചെയ്യണം, എത്ര മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യണം, എത്ര മാർക്ക് റീസണിംഗിൽ നിന്ന് സ്കോർ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്ത് നമ്മുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2024 കട്ട് ഓഫ്
48.5 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് കട്ട് ഓഫ് വന്നത്. 48.5 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, 2024 കട്ട് ഓഫ് നോക്കുമ്പോൾ 48.5 ആണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, എന്നാൽ തൊട്ട് മുന്നത്തെ വർഷം കുറെ കൂടെ കട്ട് ഓഫ് വന്നത് 54.25 ആണ്. അതുപോലെ 2022 49.75, അതുപോലെ 2021 50.5, അതുപോലെ 58.75 വരെ നമ്മൾ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 48 ആണ് ലീസ്റ്റ് വാല്യൂ, 58.75 വരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നമുക്കൊരു ആവറേജ് എത്ര അസ്യൂം ചെയ്യാം? ഒരു 50 മുതൽ ഒരു 55 വരെ നമുക്കൊരു ആവറേജ് ഇതിന്റെ ഒരു 55 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഈ 55 മാർക്ക് സ്കോർ ചെയ്യാൻ 55 അല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ 55 മാർക്ക് സ്കോർ ചെയ്യാൻ ഓക്കെ 55 മാർക്ക്, അപ്പൊ 20 മാർക്ക് മാത്സിന്, 20 മാർക്ക് റീസണിങ്ങിന്, 15 മാർക്ക് ഇംഗ്ലീഷിന്, ഇങ്ങനെയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യണം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമുക്കൊരു ടാർഗറ്റ് വെക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങൾ ഒരു 25 മാർക്സ്, കാരണം 20 മിനിറ്റ്സിൽ 25, അത് തന്നെ ടാർഗറ്റ് 100% അച്ചീവ് ചെയ്യണം എന്നല്ല, ടാർഗറ്റ് വെക്കണം. നമ്മൾ പഠിക്കാൻ നേരത്തെ ഒരു ടാർഗറ്റ് വെക്കണം. ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്സ് ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റീസണിങ് കുറച്ചുകൂടെ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. 25 പ്ലസ് നമുക്ക് റീസണിങ്ങിന് ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഉറപ്പായിട്ടും നിങ്ങൾ 25 പ്ലസ് തന്നെ ടാർഗറ്റ് ചെയ്യണം. 20 മിനിറ്റ്സിൽ നല്ല എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് ഈ ഒരു ടാർഗറ്റിൽ പോയി കഴിഞ്ഞാൽ 100% ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണമെന്നല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വേണം സെറ്റ് ചെയ്യാൻ. കോണ്ടിന് ഒരു 25 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യുന്ന രീതിയിൽ, റീസണിങ് ഒരു 25 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യുന്ന രീതി, ഇംഗ്ലീഷ് പക്ക ഒരു 25 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. ഇതിൽ കോണ്ടിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ നിങ്ങൾക്ക് ഡേയ്സ് വൈസ് ഓരോ ദിവസം എത്ര ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്ന് എന്ത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കോണ്ട് ഈ 25 ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 25 സ്കോർ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 25 അടുപ്പിച്ച് ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സേഫ് ആണ്. പക്ഷെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ 25 തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, മാത്സ് 25 എന്ന് പറഞ്ഞാൽ നല്ല മാർക്സ് ആണ് കേട്ടോ. 25 ടാർഗറ്റ് ചെയ്ത് 25 കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതും ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അതുപോലെ നിങ്ങൾ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഒരുപാട് വീഡിയോസ് ബാങ്ക് റിലേറ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, അതുപോലെ ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് SSC RRB ബാങ്ക് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂര്, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഇത്രയും ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അവിടെ വന്ന് പഠിക്കാം. ബാങ്കിന്റെ കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ഇതൊക്കെ കോഴ്സുകൾ SSC ആയാലും RRB ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും കോഴ്സുകൾ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ട്, സോ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാനിലോട്ട് പോവാം. അപ്പൊ എല്ലാവരും ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു. ഷോർട്ട് ട്രിക്സ്, അരിത്തമെറ്റിക്, സ്പീഡ് മാത്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ മാത്സിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് സ്പീഡ് മാത്സ്. സ്പീഡ് മാത്സിന് നിങ്ങൾ അതായത് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സ്, റോങ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ IBPS PO ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 50 ഡേയ്സ് പ്ലാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ IBPS PO എക്സാമിനെയാണ് കേട്ടോ. നമുക്ക് ആദ്യം വരാൻ പോകുന്ന IBPS PO. അപ്പൊ IBPS PO എക്സാമിന് നമുക്കൊരു 50 ദിവസം ഉണ്ടോ? നിങ്ങൾ നോക്കിയോ? ഇന്നിപ്പം 23rd ജൂൺ ആണല്ലേ. ഈ ദിവസം കൂടെ ഇനി ഒരു 7 ദിവസം കൂടെ ജൂണിലുണ്ട്. 31 ഡേയ്സ് ഉണ്ടല്ലേ ജൂലൈയില്. അതുപോലെ നമുക്ക് 17th ഒരു 15 ദിവസം കൂടെ ജൂലൈയിലെ ഓഗസ്റ്റിലെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 53 ഡേയ്സ്. അതിൽ ഞാനൊരു 50 ഡേയ്സിന്റെ പ്ലാൻ എന്തായാലും 53 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാവേ. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് കോണ്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? ഒരു 350 to 400 ക്വസ്റ്റ്യൻസ്. 350 to 400 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് ടാർഗറ്റ് വെക്കുന്നത്. ഈ 50 ദിവസത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് പിന്നീട് പറയാം. ആദ്യം നമുക്ക് ടോപ്പിക്സിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. 350 to 400 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 100+ ക്വസ്റ്റ്യൻസ് നമ്മൾ അരിത്തമെറ്റിക് സെക്ഷനിൽ
സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ആ ടോപ്പിക് ഉണ്ട്. അത് സ്പീഡ് മാത്സ് ഡെയിലി ചെയ്ത് പഠിക്കണം, ഓക്കെ. 100+ ക്വസ്റ്റ്യൻസ് സ്പീഡ് മാത്സ് കവർ ചെയ്യണം. ഈ സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത്? സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള ഏരിയ ആണ് സിംപ്ലിഫിക്കേഷൻ. ചിലപ്പോൾ അത് അപ്രോക്സിമേഷൻ ആവാം, അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സോ റോങ് നമ്പേഴ്സോ ആവാം. ഓക്കെ, മിസ്സിംഗ് നമ്പേഴ്സ് ആവാം, റോങ് നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാം, ഇക്വേഷൻസ് ആവാം. അപ്പം ഇത് 100+ ക്വസ്റ്റ്യൻസ് സ്പീഡ് മാത്സ് എന്നാണ് കവർ ചെയ്യേണ്ടത്. ഒരു 120 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 120 ക്വസ്റ്റ്യൻസ് സ്പീഡ് മാത്സ് എന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. 120+ ക്വസ്റ്റ്യൻസ്. അതുപോലെ വേറൊരു നമ്പർ പറയാം, ഒരു 150 ക്വസ്റ്റ്യൻ. ഒരു 150 ക്വസ്റ്റ്യൻ നമുക്ക് അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്ന് പറയാം. 150 ക്വസ്റ്റ്യൻ ഒരു അരിത്തമെറ്റിക് സെക്ഷനിൽ നിന്ന് പറയാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 270 ആയി. ബാക്കി ഒരു 130 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡി ആയി എന്ന് പറയാം. 130 ക്വസ്റ്റ്യൻസ് ഡി ആയി. ഡി ഐയിൽ തന്നെ കേസ്ലെറ്റ് വരുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ചാർട്ട് ബേസ്ഡ് ഉള്ളതും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. ചാർട്ട് ബേസ്ഡ് ഉള്ള ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കേസ്ലെറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോ ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ, ഇതെങ്ങനെ ഡെയിലി നമുക്ക് പഠിക്കാൻ പറ്റും? ഒരു ദിവസം എത്ര പഠിക്കണം, ഏതൊക്കെ ദിവസം, എത്ര ദിവസം സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ കൊടുക്കണം ഈ ഒരു 120+ കവർ ചെയ്യാനായിട്ട്, എത്ര ദിവസം അരിത്തമെറ്റിക് സെക്ഷൻസ് കൊടുക്കണം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് 400 ക്വസ്റ്റ്യൻസ്, ഈ 400 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വീക്ക്ലി ഒരു 3 മോക്ക് ടെസ്റ്റ് എഴുതണം. അതുപോലെ തന്നെ ജൂലൈ 20 ഒരു 20 റേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം. ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാനിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെല്ലാം ആഡ് ചെയ്യാം അതെല്ലാം ആഡ് ചെയ്യാം. കാരണം 50 ദിവസം നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ IBPS POയുടെ പ്രിലിംസ് നമുക്ക് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. സോ സ്പീഡ് മാത്സ് 120+ ക്വസ്റ്റ്യൻസ്, അരിത്തമെറ്റിക്കിന്റെ ഒരു 150 ക്വസ്റ്റ്യൻസ്, 130 ക്വസ്റ്റ്യൻസ് ഡി. ഇപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. ഫ്രഷേഴ്സ് ആണോ നിങ്ങൾ, അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? ഒരു 350 to 400 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മാത്സിനകത്ത്. അതിൽ 120+ സ്പീഡ് മാത്സ്, 150 അരിത്തമെറ്റിക്, 130 ഡി എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഡി ഐക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നീട് കൂടുതൽ ആക്കാം, ഇംപ്രൂവ് ചെയ്യാം. കാരണം ഡി ഐ ഇമ്പോർട്ടന്റ് ആണ്, മെയിൻസിൽ വരുമ്പോഴും ഡി ഐ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചാപ്റ്റർ വൈസ് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് നോക്കാം. ചാപ്റ്റർ വൈസ് എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു 120+ സ്പീഡ് മാത്സും 150 അരിത്തമെറ്റിക് സെക്ഷൻസിന്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയാം, ശരിക്കും കവർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ കേസ്, 50 ദിവസമേ ഉള്ളൂ, IBPS PO ആണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കാര്യം നോക്കാം. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സിലബസ് കവർ ചെയ്തവരാണ്, നിങ്ങൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് തുടങ്ങിക്കോളാം. മെയിൻസ് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയാണ്, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ ഇപ്പൊ പഠിക്കുക. എന്നിട്ട് ഒരു ജൂലൈ 17 ആവുമ്പോൾ കറക്റ്റ് 1 മന്ത് കിട്ടും. ഒരു ജൂലൈ 17 മുതൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി തന്നെ പഠിക്കുക. കാരണം മെയിൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിലിംസ് കഴിഞ്ഞു പോകുന്നതാണ് അവസ്ഥ വരരുത്. അപ്പോൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി ജൂലൈ 17 തൊട്ട് നിങ്ങൾ പ്രിലിംസിന് വേണ്ടി തന്നെയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും ഫ്രഷേഴ്സിനോട് പറയുവാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കൂടുതൽ ആൾക്കാരും ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാം ഫ്രഷേഴ്സ് അവർക്ക് ആ ക്വസ്റ്റിന്റെ പാറ്റേൺ ഒന്നും അറിയാത്തതുകൊണ്ട് പറ്റുന്നതാണ്. അരിത്തമെറ്റിക് സെക്ഷൻസ് ഇരുന്ന് കൂടുതൽ സമയം അരിത്തമെറ്റിക് സെക്ഷൻസ് ഇരുന്ന് പഠിക്കും. ആ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുള്ള ഒരാൾക്ക് അറിയാം അരിത്തമെറ്റിക് സെക്ഷൻ അല്ല അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സെക്ഷൻ, അരിത്തമെറ്റിക് സെക്ഷൻ അല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് 10 days, ആദ്യത്തെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസം നിങ്ങൾ സ്പീഡ് മാത്സ് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അരിത്തമെറ്റിക് നോക്കണ്ട, ആവറേജ് നോക്കണ്ട, അങ്ങനെയുള്ള ഒരു ചാപ്റ്റേഴ്സ് നോക്കണ്ട. അരിത്തമെറ്റിക് സെക്ഷൻസിന്റെ ആവറേജോ പ്രോബബിലിറ്റിയോ പെർമ്യൂട്ടേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസോ പെർസെന്റേജോ അങ്ങനെ ഒന്നും നോക്കണ്ട. സ്പീഡ് മാത്സ് നോക്കുക. ഈ സ്പീഡ് മാത്സിൽ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടേബിൾസ്, മാക്സിമം ടേബിൾസ് കവർ ചെയ്തിരിക്കണം, സ്ക്വയേഴ്സ് കവർ ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ക്യൂബ്സ് കവർ ചെയ്തിരിക്കണം. അതുപോലെ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷന്റെ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻസ്, മിസ്സിംഗ് നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെറ്റോ ഒക്കെ എടുത്ത് ഇത്രയും ഡേറ്റാസ് ഈ 10 ദിവസം നിങ്ങൾ മാത്സിന്റെ ടൈം സ്പീഡ് മാത്സിന് മാത്രം യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ 50 ഡേയ്സിലെ 10 days പക്ക അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അടുത്ത 10 ദിവസം
നിങ്ങൾക്ക് അരിത്തമെറ്റിക് സെക്ഷൻ യൂസ് ചെയ്യാം. അരിത്തമെറ്റിക് സെക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. DA ചെയ്യണമെങ്കിൽ നമുക്ക് റേഷ്യോ നന്നായിട്ട് അറിയണം. റേഷ്യോ അതുപോലെ തന്നെ പെർസെൻറ്റേജ്. അപ്പൊ റേഷ്യോ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലേറ്റഡ് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, പെർസെൻറ്റേജ് ഡിക്രീസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തൊട്ട് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തുടങ്ങി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി 10 ദിവസം. എന്നിട്ട് നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത 10 ദിവസം നിങ്ങൾക്ക് നേരെ DI പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 10 to 15 ദിവസം. ഓക്കെ, ഇതൊരു നമുക്കൊരു 7 days ഫിക്സ് ചെയ്യാം അല്ലെ. ഒരു 6 to 7 days മതിയാവും. റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ഒരു 6 days 6 to 7 days നമുക്ക് മതിയാവും. 6 to 7 daysനുള്ളിൽ നിങ്ങൾക്ക് റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും കവർ ചെയ്യാൻ പറ്റും. അടുത്ത ഒരു 15 ദിവസവും നിങ്ങൾ DIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള, ആവറേജ് ബേസ്ഡ് ആയിട്ടുള്ള, പെർസെൻറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള DI പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേസ്ലെറ്റുകൾ അതുപോലെ തന്നെ ചാർട്ട് ബേസ്ഡ് ആയിട്ടുള്ളത് അതെല്ലാം സെലക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഒരു 6 സെറ്റെങ്കിലും അല്ലെ, ഒരു 5 സെറ്റെങ്കിലും മിനിമം ഒരു ദിവസം ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഈ ഒരു 15 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. ഈ 15 ദിവസം അല്ലെ, ഈ 15 ദിവസം നിങ്ങളൊരു 6 to 7 അല്ലെങ്കിൽ 6 to 8 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്കിലും DIയിൽ നിന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. അടുത്ത ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? ഓൾമോസ്റ്റ് നമുക്ക് 17 ദിവസം പോയി, പിന്നെ ഒരു 15 ദിവസം പോയി, ഇനി ഒരു 20 days നമുക്ക് നോക്കാം അല്ലെ. ഒരു 20 days കൂടെ കിട്ടും. ഒരു 20 days, 18 to 20 days. 50 ദിവസം ആണെങ്കിൽ ഒരു 18 days കിട്ടത്തുള്ളൂ അല്ലെ. 6 to 7 അല്ലേ. അപ്പൊ ഇവിടെ ഒരു 18 to 20 കൊടുക്കാം. അപ്പൊ 18 to 20 days, 18 മുതൽ 20 ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അവിടെ നിങ്ങൾ അരിത്തമെറ്റിക് സെക്ഷൻസ് പഠിക്കാം. അരിത്തമെറ്റിക് സെക്ഷൻസ് പഠിക്കുമ്പോഴും ഒരു 5 അല്ലെങ്കിൽ 5 to 6 ടോപ്പിക്സ് സെലക്ട് ചെയ്യാം. 5 to 6 ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഈസി ലെവൽ, മീഡിയം ലെവൽ, അതുപോലെ ഹാർഡ് ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോ പെർസെൻറ്റേജ് നമ്മൾ കഴിഞ്ഞു, അത് DIക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു. അതിന്റെ ബേസിക് ടു അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ 7 days പഠിച്ചു. പിന്നെ 2 to 3 days ഓരോ ടോപ്പിക്കിന് കൊടുക്കാം. 2 മുതൽ 3 ദിവസം കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാം. അതുപോലെ തന്നെ 2 to 3 days നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കണമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാം. ടൈം ആൻഡ് വർക്ക് പഠിക്കണമെങ്കിൽ ടൈം ആൻഡ് വർക്ക് പഠിക്കാം. 2 to 3 days ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ദിവസം 3 ദിവസം എടുത്തിട്ട് നിങ്ങൾ ഈ ടോപ്പിക്സ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് മെൻസുറേഷനോ അങ്ങനെ ഒരു 5 ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു 5 ടോപ്പിക് സെലക്ട് ചെയ്യുക. അതിന്റെ ഈസി ടു മീഡിയം, ഹാർഡ് ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡേയ്സ്. ആദ്യത്തെ 10 ദിവസത്തിൽ ഒരു മാറ്റവും വേണ്ട. നിങ്ങൾ സ്പീഡ് മാത്സ് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് 7 days റേഷ്യോ ഈ ഓർഡർ കീപ്പ് ചെയ്യാട്ടോ. ഈ ഓർഡർ കീപ്പ് ചെയ്യണേ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓർഡർ കീപ്പ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ കൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വീണ്ടും ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഫോളോ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കൗണ്ടിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ടാർഗറ്റ് 25 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം സ്പീഡ് മാത്സ് എന്ന് തന്നെ നമുക്കൊരു 15, മാക്സിമം 15, ഒരു 10 to 15 നോക്കാം. ഒരു 10 to 15 നമുക്ക് അവിടുന്ന് തന്നെ കിട്ടും. പിന്നെ DI ഉണ്ട്, അതുപോലെ അരിത്തമെറ്റിക് സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 25 ടാർഗറ്റ് ഇട്ട് തന്നെ ഇത് സ്കോർ ചെയ്യാൻ പറ്റും. 10 ഒരു നോക്കി 12 ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ, അതുപോലെ നമ്മുടെ സ്പീഡ് മാത്സ് ഒന്നും കിട്ടി. ഒരു 10 ക്വസ്റ്റ്യൻ DI എന്നും കിട്ടി. ഒരു 5 ചാപ്റ്റർ നോക്കുന്നില്ല, അതിലൊരു 3 ചാപ്റ്ററിന്റെ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. 25 100% 25 സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും 22, 23, 24 ഒക്കെ സേഫ് ആണ്. സോ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ടാർഗറ്റ് ബേസ്ഡ് തന്നെ പഠിക്കുക. അപ്പൊ കോണ്ടിന് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ താങ്ക് യു.